നമ്മൾ മേപ്പാടിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. ഈ ദുരന്ത ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട് എത്തിയ ആളുകൾ 400-ലധികം ആളുകളാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്താ ഏട്ടാ പേര്? പേര് ബാലൻ. എങ്ങനെ ഇവിടെ എത്തിയത്? ഞങ്ങൾ അവിടെ പൊട്ടിയത് കേട്ടിട്ട് എല്ലാവരും വന്ന്, ഞങ്ങൾ കുറച്ച് ദൂരെയായിരുന്നു, മുണ്ടക്കൈന്ന് ചുരുമല കുന്നിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ വന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കണ്ട, ഇത് കുരുങ്ങാണ്, ഈ പൊട്ടി ഇങ്ങനെ കല്ലും ഇതൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. വീട്ടിലുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടോ? എല്ലാവരും എത്തിയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു അന്നത്തെ രാത്രിയെ കുറിച്ച് ഓർക്കുന്നത്? അന്നത്തെ രാത്രി പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. വീട് വരെ കുരുങ്ങായിരുന്നു. നല്ല പൊട്ടല പൊട്ടിയ 3 പൊട്ട് പൊട്ടി. 3 പൊട്ടിനും എല്ലാവരും പറിച്ചിട്ട് ഞങ്ങൾ ഓടി. ഞങ്ങൾ 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ, നമ്മൾ പയസായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഓടി വന്നത്. നായ്ക്കുട്ടികളുണ്ട് അവിടെ കുറേ. അതിപ്പോൾ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് ഭക്ഷണമൊന്നുമില്ലാതെ ഞങ്ങൾ അങ്ങോട്ട്. ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ സൈഡിൽ കൂടെ, പുഴയുടെ സൈഡിൽ കൂടെ. പക്ഷെ ഞങ്ങളെ കൂട്ടുകാരൊക്കെ പോയി. ഇന്നലെ ക്യാമ്പിൽ എപ്പോഴാണ് എത്തിയത്? ക്യാമ്പിൽ ഇന്നലെ 3 മണിയായി. രക്ഷാദൗത്യ സംഘം എത്തിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമായിരുന്നു. ആംബുലൻസ് വന്ന് ITTPൻ്റെ വണ്ടിയൊക്കെ വന്ന് ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോയത്. ഈ പരിക്കേറ്റ ആളുകൾ കൂടി ഇവിടെയുണ്ട്. ഈ ചേട്ടൻ്റെ കാലിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് പറ്റിയത്? ഇന്നലെ ഞാൻ 1 മണിക്ക് ഭയങ്കര ഒച്ച കേട്ടു. ഇങ്ങനെ ഒന്നായിട്ട് ഭയങ്കര ഒച്ച കേട്ടു. അതിൽ ഞാൻ 1 മണിക്ക് ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒച്ച കേട്ടു. ഞാൻ വീട്ടിലുള്ളവരെ വിളിച്ചു, എൻ്റെ മകളുണ്ട്, അവരൊക്കെ വിളിച്ച് നോക്കുമ്പോൾ അവർ എണിച്ചില്ല. പിന്നെ വിളിച്ചു, ഞാൻ ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ട്, നിങ്ങൾ എണിച്ച് വരി പറഞ്ഞിട്ട് എൻ്റെ മറുമോണി വിളിച്ച് കൂട്ടിയിട്ട് മേലെ പോയി. ഞങ്ങൾ മേലെ വീടുകൾ അവിടെ പോയപ്പോൾ ഭയങ്കര വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. യാതൊരു നിവൃത്തിയില്ല. എന്നിട്ട് ഞങ്ങൾ എന്താക്കി, ആ വീട്ടിൽ തന്നെ മേലെ കയറിയിട്ട് സീറ്റിൽ കൂടി അപ്പുറത്തെ ചാടി കടന്നിട്ട് മേലെ ടോപ്പിൽ കയറി. ഇങ്ങനെ രാത്രി ടോപ്പിൽ കയറിയുമ്പം 2-ാം പ്രാവശ്യം പൊട്ടിച്ചിട്ട് ഒന്നായിട്ട് വരുന്നു. ഞങ്ങൾ വന്നതിൻ്റെ വീടിൻ്റെ മുകളിൽ കൂടി ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ജീവൻ രക്ഷിച്ചല്ലേ? ഞങ്ങൾ വന്നു. അങ്ങനെ വന്നിട്ട് മേലെ കയറി, മേട്ടിൽ കയറി അവിടെ നിന്നു. ഞങ്ങൾ കുറേ ആളുണ്ട്, ഒരു ആ ഭാഗത്തുള്ളവരും കുറേ ആളുണ്ട്, 10 ആൾ അവിടെ ഉണ്ട്. ഒക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിന്നു. മേലെ 2-ാം പ്രാവശ്യമായിട്ട് 3-ാം പ്രാവശ്യം ഇടിച്ചിട്ട് ഒന്നായിട്ട് മണം മരിഞ്ഞ് പറഞ്ഞു. അതെല്ലാം നേരിട്ട് മുന്നിൽ കണ്ടു അല്ലേ? കണ്ടു. അവിടെ നിൽക്കുന്നുണ്ടായി ഞങ്ങൾ. പിന്നെ ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ഞങ്ങളെ നേരം വെളുക്കാൻ കാലത്താണ് അവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ജീപ്പ് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. നേരം വെളുക്കുന്നവരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണോ നിന്നത്? അവിടെ നിന്നു. കുറച്ച് ഇരുട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ. പിന്നെ എൻ്റെ അനിയൻ്റെ മകനും വെള്ളത്തിൽ പോയി. കണ്ടെത്തിയിട്ടില്ല? ഇല്ല, ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. അങ്ങനെ പോയി. അയൽവാസികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ? ക്യാമ്പുകളിലൊക്കെ എത്തിയിട്ടുണ്ടോ? ഒക്കെ എത്തിയിട്ടുണ്ട്. അവിടെ കുറേ അധികം ആളുകളെ കാണാതെ ആയിട്ടുണ്ട്. ഒരുപാട് ഞങ്ങളെ സൈഡിൽ ഒന്നായിട്ട് പൊട്ടി വരുമല്ലേ, അങ്ങനെ വന്നു. ഈ അപകടം നടക്കുന്ന രാത്രിയിലാണല്ലോ. അന്ന് പകലുണ്ടായ മഴ അതിശക്തമായ മഴയായിരുന്നു. പകല് കുറച്ചുണ്ടായി, രാത്രിയിലാണ് ഒന്നായിട്ട് അടിച്ച് വന്നത്. മേലെ മല പൊട്ടിയിട്ട് ഒന്നായിട്ട് വന്നു. രാത്രി ആയതുകൊണ്ട് രക്ഷപ്പെടാനും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾ എന്ത് ഭാഗ്യത്തിന് മേലെ കയറിയതുകൊണ്ട്, മേട്ടിൽ കയറിയതുകൊണ്ട്, ഇങ്ങനെ റോഡ് താഴെ ഭാഗത്താണ്. ഞങ്ങൾ മേലെ കയറി, കാട്ടുകൂടി മേലെ കയറി കഴിച്ചലായി. ആ രാത്രി എങ്ങനെയാണ് ഓർക്കുന്നത് കേട്ടോ? അതായത് ഞങ്ങൾ ഉറക്കമേ ഇല്ല. രാത്രി ഉറക്കമില്ലാതെ ഞങ്ങൾ അവിടെ നടന്നിട്ട് എന്താ ചെയ്യുക? 4 മക്കളുണ്ട്. 4 മക്കളെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മളൊപ്പം നിൽക്കണം. ഇപ്പം 4 വിട്ടിട്ടാണ് ഞങ്ങളെല്ലാം വന്ന് കാത്തിരിക്കുന്നു. ബന്ധുക്കളൊക്കെ എവിടെ എത്തിയിട്ടുണ്ടോ? എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാം പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ട്.
ടി കെ, ഇത് ഒരു ക്യാമ്പിലെ മാത്രം കാഴ്ചയാണ്. ഈ ക്യാമ്പിൽ 400-ലധികം ആളുകളുണ്ട്. ഇതിന് സമാനമായി 5-ലധികം ക്യാമ്പുകൾ മേപ്പാടി നഗരത്തിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവിടെ നിരവധി നൂറുകണക്കിന് ആളുകളാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ആ രാത്രിയെക്കുറിച്ച് ഓർക്കാൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വേണ്ട ഭക്ഷണ സൗകര്യങ്ങളെല്ലാം തന്നെ സന്നദ്ധ സംഘടനകളുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഘുഭക്ഷണങ്ങളാണെങ്കിൽ കൂടി ഇവിടുത്തെ ഈ ഹാളിൽ എല്ലാം തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനും വെള്ളത്തിനും യാതൊരു കുറവും ഇവിടെ ഇല്ല. രാവിലത്തെ പ്രഭാത ഭക്ഷണമാണെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഈ കിച്ചണിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ 400-ലധികം ആളുകളാണ് ഉള്ളത്. അവർക്ക് വേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അതിദാരുണമായ ആ സംഭവത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ഓരോരുത്തരും. ടി കെ, കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ അവിടെ നിന്ന് കാണുന്നുണ്ടെങ്കിലും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ഒരായുസ് മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം, പ്രിയപ്പെട്ടവർ, ഉറ്റവർ അവരൊക്കെ നഷ്ടമായിരിക്കുന്നു. അതിൻ്റെ വേദന ഹൃദയം നുറുങ്ങിക്കൊണ്ട് മാത്രമേ അവർക്ക് പങ്കുവയ്ക്കാൻ കഴിയൂ. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് മാത്രമേ അവർക്ക് അത് വിശദീകരിക്കാൻ കഴിയൂ. അതാണ് നമ്മൾ കണ്ടത്.